ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നെന്ന് പറഞ്ഞാൽ ഒരു അവധി ദിവസം, തിരക്കൊഴിഞ്ഞൊരു അവധി ദിവസമാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. രാവിലത്തെ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഏകദേശം അപ്പം ഉണ്ട്, ചട്നി ഉണ്ട്, പിന്നെ ചോറായിട്ടുണ്ട്. പിന്നെ അമ്മ പണിക്ക് പോകുന്നതുകൊണ്ട്, തൊഴിലുറപ്പിന് പോകുന്നതുകൊണ്ട് ഞങ്ങൾ കൂർക്കുപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ആച്ചും വിലുമോളും ഡാൻസിലേക്ക് കേട്ടോ പാട്ടിട്ട്. മറ്റൊരൊന്നും നീച്ചിട്ടില്ല, സ്കൂളില്ലാത്തില്ല. അപ്പോൾ കുറച്ച് നേരം അവരങ്ങനെ കിടക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ പാച്ചുവിൻ്റെ കളിയെല്ലാം കഴിഞ്ഞ് വന്ന് പല്ല് തേച്ചു. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. ഞാൻ ഹോം ടൂർ ചെയ്യുന്നുണ്ട്, വഴിയെ ചെയ്യാം. ഞങ്ങളിതാ മോട്ടർ അടിക്കുകയാണ് കേട്ടോ. പിന്നെ കിണറ്റത്തെ വെള്ളമൊക്കെ വറ്റാറായിട്ട്, വേനൽക്കാലം കൂടെ തുടങ്ങിയിട്ടില്ല. പക്ഷേ കിണറിലെ വെള്ളമെല്ലാം വറ്റി, എന്നാലും ഉണ്ട് വെള്ളം. അപ്പോൾ ഞങ്ങളിതാ മോട്ടർ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അലക്കലും കഴിഞ്ഞ് തുണി തൊഴിടാൻ വേണ്ടിയിട്ട് മേലേക്ക് വന്നിരിക്കുക കേട്ടോ, ടെറസിൻ്റെ മേലെ. ഇവിടെ ആകുമ്പോൾ നല്ല വെയിലുണ്ടാകും, പെട്ടെന്ന് ഉണങ്ങി കിട്ടും തറയിലിട്ടാൽ കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ട്, പിന്നെ പ്രീതിയുണ്ട്. ഞങ്ങളങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തുണി തൊഴിയിടുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കുറേ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്, കാരണം വയ്യായിരുന്നു, ഇപ്പോഴും സൗണ്ട് ശരിയായി വന്നിട്ടില്ല. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. പിന്നെ ടെറസിൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ നാരങ്ങ ഇങ്ങനെ ആയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് നോട്ടം കുറച്ച് കൂടുതലാട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ 2 എണ്ണമായി കണ്ടു വെച്ചിട്ടുണ്ട്. ഇനി അതെടുക്കണം, അത് വഴിയെ എടുക്കും. ഇപ്പം എന്തായാലും പറിക്കണ്ടാവില്ല. പിന്നെ അത് അടുക്കളത്തെ പണി തുടങ്ങി കേട്ടോ. ഞാനാണ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ കറി വയ്ക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ടത്. അപ്പോൾ പ്രീതി പറഞ്ഞു നിങ്ങളല്ലെന്ന് കറി വയ്ക്കാനേ എടുത്തപ്പോൾ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അടിച്ചു വാരി തുടയ്ക്കാനായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതവിടെ ഇട്ടിട്ട് ഞാൻ അടിച്ചു വാരി തുടയ്ക്കല എൻ്റെ പണി തുടങ്ങി കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു പണിക്ക് നിൽക്കുമ്പോൾ കുട്ടികളാകുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, വാശി ഉണ്ടാവും. വാശി പിടിച്ചിട്ടോ. പിന്നെ കുറച്ച് നേരം അവനെയൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ അടിച്ചു വരൽ കഴിഞ്ഞതാ തുടയ്ക്കാൻ തുടങ്ങി കേട്ടോ. എല്ലാം ഇവിടെ 4 റൂമുണ്ട്, 4 റൂം ഹാള് മൊത്തത്തിൽ തുടച്ച് വരുമ്പോൾ കുറച്ച് സമയം പിടിക്കും. പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞ് ഇച്ചുനെയും പാച്ചുനെയും വേഗം മേലൊക്കെ കഴുകി. അവർ മുടി വെട്ടണമായിരുന്നു കേട്ടോ, ഊരൊക്കെ ആവില്ലേ. അപ്പോൾ മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് അവർ വലിയച്ഛൻ്റെ കൂടെ പറഞ്ഞു വിട്ടു കേട്ടോ. ചളി കരയേണ്ടത് അവരുടെ പോകാത്തതിനുള്ള കരച്ചിലാണ് കേട്ടോ വിലുമോള്. പിന്നെ പ്രീതി ഡ്രസ്സ് അടിക്കണ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഷേപ്പ് ചെയ്യാനൊക്കെ അറിയാം കേട്ടോ എനിക്ക്, അല്ലാതെ വെട്ടിയിട്ട് അടിക്കിയത് വരെ ഞാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. കാരണം പറ്റില്ല, അതിലിരിക്കുമ്പോഴേക്കായിരിക്കും പാച്ചു എന്തെങ്കിലും ഒരു ഇതും കൊണ്ട് വരിക. അതിലിരിക്കുമ്പോൾ ഭയങ്കര വാശിയായിരിക്കും. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ TV ഒക്കെ കണ്ടിരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ വിശക്കാൻ തുടങ്ങി. പിന്നെ ചോറുണ്ട്, എടുത്ത് വെച്ചതാ കുമ്പളങ്ങയും പരിപ്പും കറിയുണ്ട്, ഉണക്കമീൻ മാന്തൽ പൊരിച്ചതുണ്ട്, വറുത്തത്. പിന്നെ അമ്മ സുർക്കയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെല്ലിക്ക, അതുണ്ട്, കൂർക്കുപ്പേരി ഉണ്ട്. അതൊക്കെ കഴിച്ച് ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരത്തെ പണി ഞാൻ അടിച്ചു വരികയാണ്. അപ്പോൾ അടിച്ചു വരലൊക്കെ തുടങ്ങി. വൈകുന്നേരത്തെ പണി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 4-4:30 ആകുമ്പോൾ വൈകുന്നേരത്തെ പണി തുടങ്ങും കേട്ടോ. എന്നിട്ട് ഒരു 4:45 ഞങ്ങൾ ചായ കുടിച്ചിരിക്കും. പിന്നെ 5:30 കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം അലക്കലും കുളിയും ഇതൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചു വരുമ്പോൾ പ്രീതി അത് ഗ്യാസ് കത്തുന്നില്ല, ഗ്യാസിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല പറഞ്ഞ് വിളിച്ചതാട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും അതെല്ലാം ചെക്ക് ചെയ്തിട്ട് അവസാനം അതൊന്ന് കത്തി കിട്ടിയിട്ടോ. അതിന് ശേഷം വീണ്ടും ഞങ്ങളുടെ പണിയൊക്കെ തുടങ്ങി. ഞാൻ അടിച്ചു വരി, പ്രീതി അവിടെ പാത്രം കഴിക്കുന്നുണ്ട്, അടുത്ത് മുറ്റടിക്കുന്നുണ്ട് കേട്ടോ. അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രണ്ടിൽ പോയപ്പോഴേക്കും കുട്ടികൾ മൊത്തം കേടുവരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സിറ്റ് ഔട്ട്. പിന്നെ ഞാൻ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയപ്പോൾ ഞാൻ പുറത്തു വന്ന് ക്യാമറ വെച്ചപ്പോൾ ഇടത്തിയപ്പോൾ പറയാം കേട്ടോ, ഞാൻ എവിടെ പോയാലും എൻ്റെ ക്യാമറ ഉണ്ടല്ലോ എന്ന് അറിയണം കേട്ടോ. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറി നിൽക്കാൻ വേണ്ടി നോക്കുമായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കിതൊക്കെ ഷൂട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. അതാ കുട്ടികളവിടെ കളിക്കുന്നുണ്ട് കേട്ടോ, ഇച്ചും പാച്ചും വിലുമോളും ഇപ്പമോളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ഒരു കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.